ഒരു രൂപയ്ക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദേ നമ്മുടെ കൂട്ടാറിലും ഇനി മുതൽ ഒരു രൂപയ്ക്ക് വെള്ളം കിട്ടും. അത് തണുത്തതുകൊണ്ട് ചൂടുമുണ്ട്, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഒരു രൂപയ്ക്ക് കൂട്ടാറ്റ് വെള്ളം കിട്ടുന്ന പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നേ. അപ്പോൾ രാവിലെ അതിൻ്റെ ചടങ്ങുകളൊക്കെയായിരുന്നു കൂട്ടാറ്റിൽ. തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം, ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം, ഇനി നോർമലായിട്ട് വെള്ളം വേണ്ടവർക്ക് നോർമലായിട്ടുള്ള വെള്ളം കേട്ടോ. ഈ 3 വെള്ളവും ഈ മെഷീനകത്തൂടെ കൂട്ടാറ്റി ലഭിക്കും, അതും ഒരു രൂപയ്ക്ക്. അപ്പം ചൂടുവെള്ളം വേണ്ടവർക്ക് പൈസ വേണ്ട കേട്ടോ, ഫ്രീ ആണ്. ചൂടുവെള്ളം ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഗ്ലാസ്സിനനുസരിച്ച് ആ ബട്ടണെ പിടിച്ച് ഞെക്കിയാൽ മതി. ഓരോ ബട്ടണുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഈ പദ്ധതി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീമതി ശ്രീദേവി എസ് ലാൽ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ പദ്ധതി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടാറിലുള്ളവർക്കും അതുപോലെ തന്നെ കൂട്ടാറിൽ വരുന്നവർക്കും ഇനി ഒരു രൂപയ്ക്ക് വെള്ളം കുടിക്കാം. അത് തണുത്തതാട്ടെ, അതുപോലെ തന്നെ നോർമൽ വാട്ടറും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന് ഈ പറഞ്ഞ പോലെ പൈസ വേണ്ട കേട്ടോ, ഫ്രീ ആണ്. ചൂടുവെള്ളം എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആണ്. അത് ചൂടുവെള്ളം ഗ്ലാസ് വെച്ചാൽ ഗ്ലാസിൻ്റെ അളവിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുപ്പി വെച്ചാൽ കുപ്പിയുടെ അളവിനെ നമുക്ക് പിടിച്ചെടുക്കാം. അത് ഫ്രീയുമാണ് കേട്ടോ. ഇനി പൈസ ഇല്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട, ഇവിടെ ഗൂഗിൾ പേ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് വെള്ളം പിടിക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് വെള്ളം പിടിച്ച് വെക്കാം. ദേ ആദ്യം കുപ്പി അങ്ങോട്ട് കൊണ്ടുവെക്കുക. ദേ അത് കഴിഞ്ഞ് നമ്മളെ കോയിൻ ഇടുക. കോയിൻ ഇട്ട് കഴിഞ്ഞ് നമുക്ക് തണുത്ത വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം വേണ്ടി ഞെക്കുക, ബട്ടണെ പിടിച്ച് ഞെക്കുക. അപ്പോൾ ഞെക്കി കഴിയുമ്പോൾ തണുത്ത വെള്ളം കുപ്പി നിറയെ ഇങ്ങ് വരും. ഇനി നമുക്കൊന്ന് കുടിച്ച് നോക്കി, ഇത് തണുപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഒക്കെ അറിയണ്ടേ. അപ്പോൾ വെള്ളം കുടിച്ചു, നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജ് വെച്ച വെള്ളം പോലെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള വെള്ളത്തിൽ ഈ വെള്ളം കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. ഓക്കെ, ബൈ.